പാപ്പ പറയുന്നു, നീതിയെ ശിക്ഷയിലേക്ക് ചുരുക്കരുത്. ഓരോ വീഴ്ചയ്ക്കും ശേഷം എഴുന്നേറ്റ് വരാൻ കഴിയേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കാത്ത ആളുകൾ ഇപ്പോഴും നിരവധിയാണ്. യാതൊരു മനുഷ്യ വ്യക്തിയും അവന്റെ അഥവാ അവളുടെ മാത്രം പ്രവൃത്തികൾ കൊണ്ടല്ല നിർവചിക്കപ്പെടുന്നത്. നീതി എന്നത് എല്ലായ്പ്പോഴും പ്രായശ്ചിത്തത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും ഒരു പ്രക്രിയയാണ്. നമ്മുടെ ഇന്നത്തെ ജയിൽ ശിക്ഷാ സംവിധാനത്തിൽ നിരവധി പോരായ്മകളുണ്ട്. കർത്താവിന്റെ വിമോചിതർ മടങ്ങുകയും സിയോനിലേക്ക് ഗാനാലാപത്തോടെ വരികയും ചെയ്യണമെന്ന ഏശയ്യാ പ്രവചനത്തിലെ വാക്യങ്ങൾ ഓർക്കുക. തടവുകേന്ദ്രങ്ങളിൽ കഴിയുന്ന മനുഷ്യർ പരീക്ഷണരാവുകയോ നിരുത്സാഹപ്പെടുകയോ ധൈര്യം കൈവിടുകയോ ചെയ്യാനിടയാകരുത്. അവർ ദൃഢനിശ്ചയത്തോടെയും ധൈര്യത്തോടെയും സഹകരണ മനോഭാവത്തോടെയും മുന്നോട്ടു പോകേണ്ടതുണ്ട്. പാപത്തിന്റെയും സഹനത്തിന്റെയും കഠിന ഭൂമിയിൽ നിന്ന് കരുണയുടെയും ക്ഷമയുടെയും മനോഹരമായ പുഷ്പങ്ങൾ നാമ്പെടുത്തു വിരിയുന്നു. തടവറയുടെ ഭിത്തികൾക്കുള്ളിൽ തന്നെ മാനവികത പക്വത പ്രാപിക്കും. ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കുകയും എല്ലാവരും രക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ ദൈവത്തിന്റെ എല്ലാ പ്രവൃത്തികളുടെയും ലക്ഷ്യം ഇതാണ്. ജൂബിലിയോടനുബന്ധിച്ച് ഡിസംബർ 14 സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തടവുകാർക്കു വേണ്ടി ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ നിന്ന് 90 ലോകരാജ്യങ്ങളിൽ നിന്നുള്ള തടവുകാരുടെയും കുടുംബങ്ങളുടെയും തടവറ ജോലിക്കാരുടെയും പ്രതിനിധികൾ ജൂബിലിയിൽ പങ്കെടുക്കുന്നതിനായി റോമിലെത്തിയിരുന്നു.